ഇന്നെന്തോന്നാ മോമോന്റെ ഹാപ്പി ബർത്ത്ഡേനോ? മോമക്ക് എത്ര വയസ്സായി? 2. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മോമോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറേ അധികം പരിപാടിയുണ്ട്. ഫസ്റ്റ് നമുക്ക് മോമോനെ വിളിച്ചെണിപ്പിച്ചിട്ട് വരാം കേട്ടോ. മോമോ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ എണീക്കുന്ന ടൈമിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മോമോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നെന്തോന്നാ മോമോ? ഇന്നെന്തോന്നാ മോമോന്റെ ഹാപ്പി ബർത്ത്ഡേനോ? മോമക്ക് എത്ര വയസ്സായി? 2. അന്ന് എണീക്കാം, ഫ്രഷ് ആവാം. ബർത്ത്ഡേക്കാരാ കേക്ക് ഉണ്ടാക്കണ്ടേ? നമുക്ക് ഉണ്ടാക്കണ്ടേ? 2ന്റെ കേക്ക് ഉണ്ടാക്കണ്ടേടോ. ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ആരുടെ ഹാപ്പി ബർത്ത്ഡേ പറയ്. ഓക്കെ, എണീച്ചോ. അല്ലല്ല അല്ലല്ല അല്ലല്ല. അങ്ങനെ മോമോനെ എണീച്ച് ഫ്രഷപ്പ് ആക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയുടെ അടുത്ത് ഫുഡ് കൊടുക്കാൻ കൊടുത്തിട്ടോ. പിന്നെ എനിക്ക് കേക്ക് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കേക്കിൻ്റെ ഇതൊക്കെ ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ പഴയത് വിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നെയിം സ്ലിപ്പിന് ഇത് കറക്റ്റ് കുക്കറിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുക്കറിൽ നിന്ന് ഞാൻ പിന്നീട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ചെയ്തെന്നപ്പോൾ ബാറ്ററി കുറച്ച് അധികമായപ്പോൾ ഇതിൽ കുറച്ച് ടൈം വേവാനെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ സംഭവമായിട്ട് ഇതിൽ ഇപ്പോൾ ഗ്രീസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിരുന്നു കേട്ടോ. നമുക്കപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മുട്ട വെച്ച പാടെ ഒരു പൊട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം ഉണ്ടാക്കണമെന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എല്ലാം കൂടി എനിക്ക് നടക്കില്ലാന്ന് തോന്നിയുകൊണ്ട് അങ്ങനെ മോമോ വാപ്പിയും കൂടി വൈകുന്നേരത്തേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകട്ടോ. വാപ്പി അവിടെ പോയാലും ഇപ്പോൾ മോമോ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് ഞാൻ ബേക്കാവാൻ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാനിവിടെ മന്തിക്കുള്ള ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് ഓർത്ത് കിച്ചൺ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാനപ്പോൾ ഇതിന് കുറച്ച് ടോപ്പേഴ്സ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് നടുക്ക് കണ്ടോ. അത് ഞാൻ വേവണതിന് മുമ്പ് ഒന്ന് കുത്തി നോക്കിയതാണ്. അതിൻ്റെയാണ് നടുക്കൊരു ഹോള് കാണണേ. പിന്നെ ചിക്കൻ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൽ പാത്രത്തിൽ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം. പിന്നെ ആ പഴംപൊരിക്കുള്ള പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ചിക്കൻ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലധികം അവിടെ ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടില്ല, കാരണം എല്ലാം കൂടി എനിക്ക് നടക്കൂലല്ലോ. അപ്പോൾ ഇതാ ഉമ്മി ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ദാസൂറും ഇവിടെ ഇരുന്നിട്ട് മോമോക്കുള്ള ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യാൻ കേട്ടോ. ഇത് ഓൾറെഡി കാക്ക ഞാനും കൂടി കുറച്ച് അധികം ഗിഫ്റ്റ്സ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഡെക്കറേഷൻ സിമ്പിൾ ഡെക്കറേഷനാണ്. ജസ്റ്റ് 2 ബലൂൺ വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി ആ ഒരു ഇതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മോമോനെ മാറ്റിക്കുകയാണ്. ഇപ്പോൾ മാറ്റിച്ചത് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഓർത്ത്. നല്ല ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പുതിയ ഡ്രസ്സിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ നേരത്തെ അവൻ റെഡിയാക്കി എടുക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ബർത്ത്ഡേന്ന് ഞാൻ 2-3 ദിവസം മുമ്പ് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. കണ്ടില്ലേ ഫേസിൽ ഇപ്പോൾ ഫോൺ കണ്ട ഫുള്ള് ചിരിയാണ് കേട്ടോ. അപ്പം തന്നെ ചിരിച്ചോളും. അപ്പോൾ അവനെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കൽ തന്നെ ഭയങ്കര പണിയാണ് കേട്ടോ. മോമോനെ പെട്ടെന്ന് ചില സമയത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുമെങ്കിലും ചില സമയത്ത് അലമ്പുണ്ടാക്കി ചെയ്യും കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കി ഇറക്കി. ഇനി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. പുറത്ത് പോയിട്ട് വീഡിയോസ് എടുക്കാമെന്ന് ഓർത്തിട്ടോ. ഫോട്ടോസ് എടുക്കണം.
അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് സൺലൈറ്റ് നല്ലോണം ഉണ്ടാവില്ല. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടുമല്ലോ, നല്ല ലൈറ്റിങ്ങിൽ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഇതാ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഫോട്ടോസൊക്കെ പതി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ കൊടുക്കാം ഫോട്ടോസൊക്കെ. ഇതാ എനിക്ക് പോസ് ചെയ്ത് തരാം കേട്ടോ ഇനിയിപ്പോൾ. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്നപ്പോൾ എല്ലാ പരിപാടിയും ഓൾമോസ്റ്റ് അതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ മന്തി കാണിച്ചു തരാം കേട്ടോ. മന്തി ഞങ്ങൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാകത്തിനൊരു മൂടി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ 2 മൂടി വെച്ചിട്ടാണ് കേട്ടോ സ്മോക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഫ്രിഡ്ജിൽ ഞാൻ കേക്ക് കാണിച്ചു തരാം. കേക്ക് നമുക്ക് നമ്മുടെ ഇത് മറ്റേ ബേസൊക്കെ കറക്റ്റ് ആയെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ബ്ലെൻഡർ നമ്മുടെ ജ്യൂസ് ജാർ പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതുകൊണ്ട് അത് കറക്റ്റ് വിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് സെറ്റാക്കി. ഇതാ ഇപ്പോൾ ജ്യൂസ് ഉണ്ട്, പഴംപൊരി ഉണ്ട്, പിന്നെ ഉമ്മിച്ചിയുടെ ഒരു കുക്കുംബർ ജ്യൂസ് ഉണ്ട്, കുമ്മട്ടിങ്ങ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത്. കേട്ടോ മോഹന് വീഡിയോ എടുത്ത് അപ്പം അവൻ ചിരിയോടും കൂട്ടും. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ നോമ്പ് തുറക്കാണ്. അങ്ങനെ മോമൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ നോമ്പ് തുറയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ നല്ല രീതിയിൽ കഴിഞ്ഞു. ഞങ്ങൾ വലിയ പരിപാടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് മൂത്താപ്പാനും മൂത്തുമ്മാനും പിന്നെ കാക്കാനെയും അത്രയും മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അടിപൊളിയായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ നല്ല രീതിയിൽ എല്ലാവരും വിളിച്ച് നോമ്പോറയൊക്കെ വെച്ചതായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നോമ്പുറക്കാണ്. ഞങ്ങളുടെ കൂടെ ഇരുന്ന് നോമ്പുറക്കാൻ മോമുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യാസീൻ ഓതാൻ വേണ്ടിയിരുന്നു. മൂത്താപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പിയൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ മോമനെ വീണ്ടും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ യാസീൻ ഓതിയിട്ട് ബാക്കി കേക്ക് കട്ടിങ് ചെയ്തിട്ട് ആ ടൈമിലാണ് ഫ്രീ ആവുക. അവിടെ നോമ്പുറക്ക് മുമ്പ് കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ തറാവിയാവും. അവിടുത്തെ നോമ്പുറ ടൈമാവും ഇവിടെ തറാവിയാവും. അപ്പോൾ അതിന് മുമ്പൊക്കെ ആക്കാൻ നിർത്തി. അങ്ങനെ സമയത്തും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കേക്ക് കുറിക്കണം. അപ്പോൾ ഈ കഥ ഓൺലൈനിലുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. മുഹമ്മദ് ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യം കേക്ക് കഴിച്ചില്ല, പിന്നീടാണ് കേട്ടോ കഴിച്ചു നോക്കിയത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. പപ്പക്ക് കൊടുക്കുന്ന കേട്ടോ കാണിക്കണേ. പിന്നെ അവൻ ഓരോരുത്തർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വാപ്പിക്ക്, പിന്നെ മൂത്താപ്പാനെ ഞങ്ങൾ വാപ്പാന്നാട്ടോ വിളിക്കുക. കാരണം വാപ്പിയുടെ വാപ്പി കുഞ്ഞായിപ്പോൾ വരച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളതൊരു വാപ്പ എന്ന് പറയുന്നത് മൂത്താപ്പയാണ്. പിന്നെ ബാക്കി എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ ഒന്ന് പൊളിച്ച് നോക്കാണ്ട്. പകുതി സാധനങ്ങളും അവൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒന്നും അവൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അവൻ ആ ഒരു ത്രില്ലിങ്ങിലാണ് സൂറ് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അതൊക്കെ ഇത് സ്ലൈറ്റാട്ടോ. ഒരു സൈഡിൽ സ്ലൈറ്റും മറ്റേ അപ്പുറ സൈഡിൽ വൈറ്റ് ബോർഡ് ഉണ്ടല്ലോ അതുമാണ് കേട്ടോ. പിന്നെ ഓരോന്നും സൂറ് പൊളിച്ചു കൊടുക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവന്. അങ്ങനെ ഓരോന്ന് കിട്ടിയ പാടെ ഭയങ്കര എല്ലാം ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. കാക്ക വാങ്ങിച്ചതാണ് കേട്ടോ. കളറിങ് ബുക്കും വലിയ കളറിൻ്റെ സെറ്റും അങ്ങനെ കുറച്ച് ഐറ്റംസ് കാക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അവൻ നല്ലോണം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം മന്തിയുടെ വീഡിയോ എടുക്കാമെന്ന് തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അടിപൊളിയായിട്ട് വന്നെങ്കിലും ആ ഒരു സന്തോഷത്തിൽ മര്യാദക്ക് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ. മോമൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.